നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരെയും മലയാളികളെയും എല്ലാവരെയും ഒരേപോലെ ഞെട്ടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നത്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സങ്കടത്തോടുകൂടി തന്നെയാണ് ആ വാർത്ത സ്വീകരിച്ചതും. മലയാളത്തിന്റെ അതുല്യ പ്രതിഭ, മലയാളത്തിന്റെ നടൻ സലീം കുമാർ അന്തരിച്ചിരിക്കുന്നു. ഈ ഒരു വാർത്ത കേട്ട പ്രേക്ഷകരും മലയാളികളും ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു. സിനിമ, സീരിയൽ പ്രവർത്തകരെല്ലാവരും തന്നെ ഉടനെ തന്നെ സലീം കുമാറിനെ കാണാൻ ഓടിയെത്തിയ തിരക്കത്തിൽ പലരും പലതും മറന്നുപോയി. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പലതരത്തിലുള്ള വീഡിയോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ സംസാര വിഷയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇതിനെപ്പറ്റി വ്യാപകമായ വിമർശനവും വരുന്നുണ്ട്. മലയാള സിനിമയുടെ അതുല്യ പ്രതിഭ തന്നെയാണ് സലീം കുമാർ. നിരവധി സിനിമകൾ അഭിനയിച്ചു. നിരവധി കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ വലിയ രൂപത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തെ അത്രയും വലിയൊരു കലാ പ്രതിഭയാക്കി മാറ്റിയത്. സലീം കുമാറുടെ പണ്ട് മുതലുള്ള കോൺഗ്രസ് മനോഭാവം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പല അഭിമുഖങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന തരത്തിലെല്ലാം തന്നെ സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിമർശനവും ഒരുപാട് വെല്ലുവിളികളും സലീം കുമാറിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പല വീഡിയോകളും അതിന് ഉദാഹരണം തന്നെയാണ്. സലീം കുമാറുടെ അവസ്ഥയെ ചൂഷണം ചെയ്ത് പല ആളുകളും രംഗത്ത് വന്ന കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സലീം കുമാറിനെ കാണാൻ ഓടിയെത്തിയ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പ്രചരിക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രി തന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഓടിയെത്തുകയായിരുന്നു. അവസാനം നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി സലീം കുമാറിനെ ഒന്ന് കണ്ട് തന്റെ കണ്ണുകൾ കൊണ്ടൊന്ന് കരയാൻ വേണ്ടി വി.ഡി. സതീശൻ ഓടിയെത്തുമ്പോഴേക്കും ചുറ്റുമുള്ള ആരാധകരും ചുറ്റുമുള്ള ആളുകളും അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ഒരു രീതി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി. വീഡിയോകൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി. വി.ഡി. സതീശനെ കാണാൻ ഓടിയെത്തിയ ആരാധകരും അതേപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും വി.ഡി. സതീശന്റെ കഴുത്തിൽ പോയി മാലയിടുന്ന പോലെ തുണിയിടാനും തുടങ്ങിയപ്പോൾ വി.ഡി. സതീശൻ ഉടനെ തന്നെ എതിർത്ത് ചോദിക്കുകയായിരുന്നു. ചെയ്യരുത് എന്ന് വി.ഡി. സതീശൻ തന്നെ പറയുകയാണ്. വി.ഡി. സതീശൻ ചെയ്യരുത് എന്നും പിന്നീട് മാറിപ്പോയി തന്റെ പ്രിയ സുഹൃത്ത് സലീം കുമാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിപ്പോവുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയായ വിഷയങ്ങളാണ് ഇത്. നമ്മുടെ മലയാളികൾക്ക് എന്നാണ് ബോധം വരുന്നത്? ഒരു മരണ ചടങ്ങാണത്, ഒരു മരണവെയിലാണത്. അവിടെ എത്തുന്ന ആളുകളെ സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടത്? അവർ തന്നെ മനസ്സ് വേദനിച്ചായിരിക്കും ഓടിയെത്തുന്നത്. പ്രത്യേകിച്ച് വി.ഡി. സതീശനും സലീം കുമാറും തമ്മിൽ വലിയ രൂപത്തിലുള്ള ആത്മബന്ധമുണ്ട്. ചെറുതൊന്നുമല്ല അത്. മലയാളികൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ അറിയുന്ന കാര്യങ്ങളാണത്. അവർ തമ്മിൽ വലിയ രൂപത്തിലുള്ള ആത്മബന്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പണ്ട് മുതലേ കാണാൻ സാധിക്കുന്നതാണ്. മുഖ്യമന്ത്രി ആയ ശേഷം സലീം കുമാറിനെ കാണാൻ പോയ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വൈറലായതാണ്. അത്തരത്തിലുള്ള തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ചു കിടക്കുമ്പോൾ ഓടിയെത്തുന്ന വി.ഡി. സതീശനെ സ്വീകരിക്കുന്ന ആളുകൾ കഴുത്തിൽ തുണിയിട്ടിട്ടാണോ ചെയ്യേണ്ടത്? ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നടക്കുന്ന പല കാര്യങ്ങളും ഇതിനെ തുടർന്ന് വിവാദങ്ങൾ സൃഷ്ടിച്ചെടുത്തു. വി.ഡി. സതീശൻ മാറി നിൽക്കാൻ പറഞ്ഞതെല്ലാം തന്നെ ഒരുപാട് പ്രശംസ നേടേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ദിലീപിനെ വന്ന സമയത്തും ദിലീപിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സലീം കുമാറുടെ മരണാനന്തര ചടങ്ങിൽ നടക്കുകയായിരുന്നു. ഇതിനെല്ലാം തന്നെ എതിർത്ത് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇവരെ പ്രതികരിച്ചുകൊണ്ടും എപ്പോഴാണ് ഇവർക്കെല്ലാം ബോധം വരിക എന്നെല്ലാം തന്നെ സംസാരങ്ങൾ വരികയാണ്. ചന്തു, സലീം കുമാറിന്റെ മകൻ ചന്തുവും ഇതിനെതിരെ പ്രതികരിച്ച് അവിടെ നിന്ന് തന്നെ രംഗത്ത് വന്നു. മാറി നിൽക്കും, ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാക്കുക എന്ന തരത്തിലായിരുന്നു ചന്തുവിന്റെയും പ്രതികരണം. അവർ ഒരിക്കലും അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം തന്റെ അച്ഛൻ തന്നെ വിട്ടുപോയ ആ ഒരു വേദനയിലും ആ ഒരു ദുഃഖത്തിലും ആ മകൻ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ദിലീപിനെ എല്ലാം തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ആരാധകൻ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതൊന്നും തന്നെ സഹിച്ചു നിൽക്കേണ്ട കാര്യങ്ങളല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇനിയും നടക്കരുത്. കാരണം വിവേകവും ബുദ്ധിയും മലയാളികൾക്ക് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളോട് തന്നെയാണ് ഇന്നും കേരള ജനത നടന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും ഒന്നും പറയാൻ സാധിക്കുക. എന്നിരുന്നാലും കുറച്ച് ആളുകളുണ്ട് ഇപ്പോഴും ചിന്തിക്കാതെ, എപ്പോഴും കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാൻ അറിയാതെ ചെയ്യുന്ന ആളുകൾ. സെലിബ്രിറ്റികളെ കാണുമ്പോൾ അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലൊരു പരിപാടിക്ക് വന്നിരിക്കുന്ന സമയത്ത്
ഇത്തരത്തിൽ എല്ലാവരും ദുഃഖത്തോടെ ഖേദത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇതിനെല്ലാം തന്നെ മനസ്സ് വരുന്നത്? അവിടെ അപ്പോഴും സെലിബ്രിറ്റിയായും മറ്റുള്ളവരെ കാണാൻ നിൽക്കുന്നതിന് പകരം ഒരു മരണ വീടാണെന്ന് ചിന്തിക്കേണ്ട ബോധം ഇവർക്ക് എന്നേ വരേണ്ട സമയം കഴിഞ്ഞു. ഇതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകളും ക്ലിപ്പുകളും എല്ലാം വലിയ രൂപത്തിൽ വൈറലാവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സലീം കുമാർ എന്ന വ്യക്തിയെ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മാത്രം നോക്കിയാൽ നമുക്ക് ഇതിനെല്ലാം തന്നെ മറുപടി കിട്ടും. അദ്ദേഹം എന്തു നല്ല മനുഷ്യനായിരുന്നു. മരണത്തെക്കുറിച്ച് അഭിമുഖങ്ങളെല്ലാം വാചാലായി സലീം കുമാറും സംസാരിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ് എന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല, എന്നിരുന്നാൽ കൂടി അംഗീകരിച്ചേ പറ്റൂ എന്നും നമുക്കൊരിക്കലും അതിനെ മാറ്റി നിർത്താനും സാധിക്കില്ല എന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ജീവിതത്തിലേക്ക് വന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഗ്രാമഫോണിലെ എന്തേ ഇന്നും വന്നില്ല എന്ന ഗാനം കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ പതറിപ്പോയിട്ടുണ്ട്. അതിൽ കൂടി അഭിനയിച്ചവരിൽ ഞാൻ മാത്രമേ ഇന്ന് ജീവനോടെ ഉള്ളൂ. ഞാനിങ്ങനെ എവിടെ അടുത്ത ഊഴം കാത്തിരിക്കുകയാണ്. ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തൊക്കെയോ തോന്നാറുണ്ടോ എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. മരണത്തെ അത്രയേറെ ഭയക്കുന്നിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായി അദ്ദേഹം വിടവാങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞതും ഈ കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു. മുൻപൊരിക്കൽ JB ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം. കൊച്ചിൻ ഹനീഫ മരിച്ചു കിടക്കുമ്പോൾ സലീം ആദ്യം പറഞ്ഞത് സ്വന്തം മരണത്തെക്കുറിച്ച് ആയിരുന്നല്ല എന്നും ജോൺ ബ്രിട്ടാസ് ചോദിച്ചിരുന്നു. ഇക്ക ഞാനും വരും, അത്രയേ ഉള്ളൂ. അത് വലിയ കുഴപ്പമായി അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം മരിച്ചതിൽ എനിക്ക് വലിയ വിഷമമില്ല. കാരണം കൊച്ചിൻ ഹനീഫ ഇന്ന് പോയിടത്തേക്ക് നാളെ ഞാൻ പോവേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വിചാരിച്ചത് എന്തൊക്കെയോ ആണ്. ഞാനിങ്ങനെ റെഡിയായി പാസ്പോർട്ടൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. അറിഞ്ഞില്ലേ, സലീം കുമാർ ചാവാൻ പോവുകയാണ്. എൻ്റെ വീട്ടിൽ, മക്കളുടെ സ്കൂൾ, അങ്ങനെ എല്ലായിടത്തും ഇതാണ് ചർച്ച. പിന്നെ ഇവർ വന്ന് അസുഖങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഹാർട്ടിന് പ്രശ്നമാണ്, അറ്റാക്ക് വന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ചികിത്സയ്ക്കായി ചാലക്കുടിയിൽ പോയി എന്നിങ്ങനെ വരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഞാൻ ചാലക്കുടിയിൽ ഒരു ഷൂട്ടിങ്ങിനെ പോയതുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇതൊക്കെ എന്തൊക്കെ രോഗങ്ങളാണ് വന്നത്. അതുപോലെ അമേരിക്കയിൽ വെച്ച് കാർ ആക്സിഡന്റിൽ എന്ന റിപ്പോർട്ടുകളും പ്രചരിച്ചു. ദിലീപിന്റെ കൂടെയൊക്കെ അമേരിക്കയിൽ പോയതാണ് അത്. ഞാൻ അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു. പലതും കേൾക്കും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ഞാൻ ഇവിടെ ഓക്കെയാണെന്ന് പറഞ്ഞു. വേറെ അവരോടൊന്നും പറയേണ്ടതില്ലല്ലോ. അതുപോലെ കുറേ പേർ എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. ഹലോ പറഞ്ഞു കഴിയുമ്പോൾ എന്താടാ എന്ന് ചോദിക്കും. അങ്ങനെ മരണത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പല രൂപത്തിൽ പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ മരണം തൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഇത്രമാത്രം വേദനിപ്പിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാകും. അത് തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ അത്തരത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എത്രമാത്രം ശുദ്ധമായ മണ്ടത്തരങ്ങളാണ്. ഇതെല്ലാം തന്നെ മനുഷ്യർ ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയെല്ലാം തന്നെ നമ്മൾ കാര്യമായി തന്നെ ആലോചിക്കണം. ഇതിനെപ്പറ്റിയെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടിടത്ത് കറക്റ്റായി തന്നെ ചെയ്യുകയും വേണം. സമൂഹ ബോധം വേണം. അതിന് ചുറ്റും നമ്മളുടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.